മലയാള സിനിമയിലെ പ്രമുഖ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. വഴുതക്കാട് നടന്ന വാഹന അപകടത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉയർന്ന മദ്യപാന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതോടെ മണിയൻപിള്ള രാജുവിന് പോലീസ് ക്ലീൻ ഷീറ്റ് നൽകി. നീണ്ട 2 മാസത്തെ നിയമപരമായ നടപടികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് ഈ വിധി പകർപ്പ് അദ്ദേഹത്തിന് വലിയ ആശ്വാസമാകുന്നത്. ഫെബ്രുവരി 5-ന് രാത്രി വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപം നടന്ന അപകടത്തിന് പിന്നാലെ നടൻ മദ്യപിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചാരണങ്ങൾ നടന്നിരുന്നു. ഒരു പൊതുപ്രവർത്തകനും പ്രശസ്ത വ്യക്തിയുമെന്ന നിലയിൽ ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. എന്നാൽ സത്യം തെളിയുന്നതുവരെ കാത്തിരിക്കുക എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം നേരിട്ടത്. മദ്യപിച്ചിരുന്നില്ലെന്ന് മണിയൻപിള്ള രാജു തുടക്കം മുതൽ അവകാശപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശേഖരിച്ച രക്തസാമ്പിളുകളുടെ രാസപരിശോധനാ ഫലം 2 മാസത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ശാസ്ത്രീയമായ ഈ കണ്ടെത്തലാണ് പോലീസിനെ ക്ലീൻ ഷീറ്റ് നൽകാൻ പ്രേരിപ്പിച്ചത്. അപകടം നടന്നപ്പോൾ പരിഭ്രാന്തി കാരണം വാഹനം നിർത്താതെ പോയത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്ന് മണിയൻപിള്ള രാജു സമ്മതിച്ചു. ആ ഒരു ചെറിയ നിമിഷത്തെ ഭയമാണ് അദ്ദേഹത്തിന് 2 മാസത്തെ മാനസിക വിഷമത്തിനും വിവാദങ്ങൾക്കും കാരണമായത്. ഇപ്പോൾ മദ്യപിച്ച് വാഹനമോട്ടിച്ചെന്ന കുറ്റം ഒഴിവായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തനായിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 5-ന് രാത്രി തിരുവനന്തപുരം വഴുതക്കാടുള്ള ട്രിവാൻഡ്രം ക്ലബിന് സമീപമാണ് കേസിനാസ്പദമായ വാഹനാപകടം നടക്കുന്നത്. തുടക്കത്തിൽ ഒരു സാധാരണ അപകടമായി കണ്ട സംഭവമാണ് പിന്നീട് നടൻ മണിയൻപിള്ള രാജുവിനെതിരെയുള്ള വലിയൊരു വിവാദമായി മാറിയത്. ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് തന്റെ കാർ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ നടൻ സഞ്ചരിച്ച വാഹനം ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്കിലുണ്ടായിരുന്ന 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇതോടെ സംഭവസ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയും അപകടം നടന്ന വാർത്ത അതിവേഗം പരക്കുകയും ചെയ്തു. അപകടത്തിന് ശേഷം മണിയൻപിള്ള രാജു വാഹനം നിർത്താതെ പോയതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അദ്ദേഹം മദ്യപിച്ചിരുന്നതിനാലാണ് വാഹനം നിർത്താതെ പോയതെന്നും അപകടമുണ്ടാക്കിയതെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി. എന്നാൽ അന്ന് അദ്ദേഹത്തെ അവിടെ കണ്ടെത്താനായില്ല. ഇത് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. അപകടം നടന്ന പിറ്റേന്ന് തന്നെ മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. എങ്കിലും ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ വരാൻ വൈകിയത് അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു. സെലിബ്രിറ്റികൾക്ക് നിയമം ബാധകമല്ലേ എന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്തെത്തി. താൻ മദ്യപിച്ചിരുന്നില്ലെന്ന് നടൻ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പരിശോധനാ ഫലം വരുന്നതുവരെ അദ്ദേഹം സംശയത്തിന്റെ നിഴലിലായിരുന്നു. അപകടം ഉണ്ടായപ്പോൾ തന്നെ വാഹനം നിർത്താത്തത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്ന് മണിയൻപിള്ള രാജു തുറന്നു സമ്മതിച്ചു. ആ സമയത്തുണ്ടായ പരിഭ്രാന്തിയും ഭയവുമാണ് തന്നെ പിന്നോട്ട് വലിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കാർ അമിത വേഗതയിലായിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 2 മാസത്തോളം നീണ്ട വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ രക്തസാമ്പിൾ പരിശോധനയിൽ മദ്യത്തിന്റെ സാന്നിധ്യമില്ലെന്ന് തെളിയിക്കപ്പെട്ടതും അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് ലഭിച്ചതും. ഒരു സെലിബ്രിറ്റി ഉൾപ്പെടുന്ന കേസായതിനാൽ തന്നെ വഴുതക്കാട് വാഹനാപകടത്തിൽ പോലീസിന്റെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്ന പോലീസിന്റെ നിലപാടാണ് കേസിൽ നിർണായകമായത്. അപകടം നടന്ന സമയത്ത് നടൻ മദ്യപിച്ചിരുന്നുവെന്ന ആരോപണം ശാസ്ത്രീയമായി പരിശോധിക്കാനാണ് പോലീസ് ആദ്യം തീരുമാനിച്ചത്. സംഭവത്തിന് പിന്നാലെ ശേഖരിച്ച മണിയൻപിള്ള രാജുവിന്റെ രക്തസാമ്പിളുകൾ രാസപരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. അതീവ ജാഗ്രതയോടെ നടത്തിയ ഈ പരിശോധനയുടെ ഫലം വരാൻ 2 മാസമെടുത്തു. പരിശോധനാ ഫലത്തിലാണ് രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യമില്ല എന്ന് തെളിഞ്ഞത്. താൻ മദ്യപിച്ചിരുന്നില്ലെന്ന നടന്റെ വാദം ഇതുകൂടെ ശരിയായെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. അപകടം എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ വഴുതക്കാട് ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കാർ അമിത വേഗതയിലായിരുന്നോ എന്ന് ദൃശ്യങ്ങൾ വഴി പരിശോധിച്ചു. എന്നാൽ കാർ സാധാരണ വേഗതയിലായിരുന്നുവെന്നും നിയന്ത്രണം വിട്ടതില്ലെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ഇത് അശ്രദ്ധമായി വാഹനം ഓട്ടിച്ചു എന്ന കുറ്റം ലഘൂകരിക്കാൻ സഹായിച്ചു. ഒരു സാധാരണ വാഹന അപകടം എന്ന നിലയിൽ മാത്രം കേസിനെ കാണുകയും നടൻ മദ്യപിച്ചിരുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് മണിയൻപിള്ള രാജുവിന് ക്ലീൻ ഷീറ്റ് ലഭിച്ചത്. സത്യം തെളിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് മണിയൻപിള്ള രാജു പ്രതികരിച്ചു. അപകട സമയത്ത് താൻ ആകെ പരിഭ്രാന്തിയിലായതിനാലാണ് വാഹനം നിർത്താത്തതെന്നും അല്ലാതെ മറ്റൊന്നും ഒളിക്കാനില്ലായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപകടമുണ്ടായപ്പോൾ വാഹനം നിർത്താതെ പോയത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തെറ്റാണെന്നും അത് വെറും പേടികൊണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മദ്യപിച്ചില്ലെന്ന് സത്യമായിരുന്നു, അതിപ്പോൾ നിയമപരമായി തെളിയിക്കപ്പെട്ടു, മണിയൻപിള്ള രാജു പറഞ്ഞു. ഈ സംഭവം സെലിബ്രിറ്റികൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഉണ്ടാകുന്ന വേഗത്തിലുള്ള നിഗമനങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് തെളിയിക്കുന്നു. ഒരു ചെറിയ ഭയം കാരണം വാഹനം നിർത്താതെ പോയത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് നീതി നൽകി.